ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം ഭംഗിയായിട്ട് നടക്കും രാജേഷ്. ഇതുവല്ല നടപ്പിലാവോ? മമ്മൂട്ടി മോഹൻലാൽ, മോഹൻലാൽ മമ്മൂട്ടി. എൻ്റെ പൊന്നു രാജേഷെ, നീ ഒരു കാര്യം മനസ്സിലാക്ക്. ഇന്നലെ ജോയിൻ ചെയ്ത അസിസ്റ്റന്റ് ഡയറക്ടർ അടക്കം സൂപ്പർ സീനിയർ ആയ അസോസിയേറ്റ് ഡയറക്ടർ GK പോലുള്ളവർ പോലും ആദ്യം ചോദിക്കുന്നത് മമ്മൂക്കാനെയും ലാൽ സാറിനെയാണ്. അവർക്ക് എത്ര പേർക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റും? നിങ്ങളൊരു കാര്യം ചെയ്യും, ആദ്യം ആ പിള്ളേരോട് പോയി ഒരു ചെറിയ പടം ചെയ്ത് പ്രൂവ് ചെയ്ത് വരാൻ പറ. ആ അത് തന്നെ. എന്നിട്ട് നമുക്കേ APയോടോ AJയോടോ പറഞ്ഞിട്ട് നേരിട്ടൊരു സിറ്റിങ്ങിനുള്ള ഏർപ്പാട് ചെയ്ത് കൊടുക്കാം. ആരാന്നോ? അത് ഈ AP എന്ന് പറഞ്ഞാണല്ലോ ആൻ്റണി പെരുമ്പാവൂർ, AJ എന്ന് പറഞ്ഞാൽ ആലോ യൂസഫ്. അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇരിപ്പ് വെച്ച് ഞാനങ്ങനെ വിളിക്കുന്നത്. നിങ്ങൾ വിളിക്കില്ല കേട്ടോ, നിങ്ങൾ വിളിച്ചാൽ ഇഷ്ടപ്പെടില്ല. വെക്കലേ അതെ, നിന്റെ വീടിൻ്റെ അടുത്ത് വല്ലോ മുടിഞ്ഞില്ല കിടപ്പുണ്ടോ? ഷൂട്ടിങ്ങിന് വേണ്ടിട്ടാ? ആ അല്ല, ഈ പടത്തിനല്ല, അടുത്ത പടത്തിന് വേണ്ടിട്ട്. മുടിഞ്ഞ ലുക്കായിരിക്കണം. നീ ഒന്ന് നോക്കടാ മോനെ. ഇങ്ങനെയൊക്കെയാടാ ഓരോരുത്തർ സിനിമയിൽ കയറുന്നത്. പണ്ട് ഇതുപോലെ വീട് കാണിക്കാൻ നടന്നവരാ ഇന്നത്തെ പല പ്രൊഡക്ഷൻ കൺട്രോളർമാരും, അറിയാവോ? ഛേ, ഞാൻ അത്രക്കാരനൊന്നുമല്ല. നീ എന്നാ അങ്ങനെ സംസാരിച്ചേ? ഇനി അങ്ങനെ സംസാരിക്കരുത് കേട്ടോ. ബോബി, ആ പ്രൊഡ്യൂസർ വരുന്നതിന് മുമ്പ് ഇതിലൊരു തീരുമാനം ഉണ്ടായിക്കോ. എനിക്കിനി അയാളുടെ വായിരിക്കുന്നവർ കേൾക്കാൻ വയ്യ. ഷൂട്ട് തുടങ്ങുന്നതിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം പറഞ്ഞു എല്ലാം സെറ്റാണ്. എല്ലാം സെറ്റിടാന്നായിരിക്കും ബോബി ചായൻ കരുതിയത് അല്ലേ? ഇന്ന് ശരിയാക്കി തരാട്ടോ. നീ എന്നാണെന്ന് നോക്ക്. ഓക്കെ, ഞാനിപ്പോൾ വിളിക്കാം കേട്ടോ, ഇപ്പോൾ വിളിക്കാം. ശരി. പിന്നെ അല്ല, ഇന്ന് കാണാന്ന് പറഞ്ഞ ലൊക്കേഷൻ ഇപ്പം എന്താ പ്രശ്നം? നടപടിയില്ല മനു. ആ ലൊക്കേഷൻ കിട്ടുമെന്നുള്ള ലൊക്കേഷൻ മാനേജർ പോയി സംസാരിച്ച് നോക്കി. ആ വീട്ടുകാരടുക്കള. റോഷ, ഇത്രയ്ക്കും ക്രൂവും ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് ഈ ഈരാറ്റുപേട്ടയും തൊടുപുഴയൊക്കെ പോക്ക് റിസ്ക. നമുക്കൊന്നും കൂടി ഇവിടേക്ക് ഒന്ന് കറങ്ങി നോക്കിയാലോ? എൻ്റെ ബോബി, കംപ്ലീറ്റ് ടീം നാളെ ഷൂട്ടിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി കറങ്ങാൻ പോയിട്ട് ഒന്ന് നേരം നിൽക്കാൻ പോലും സമയമില്ല. വാപ്പാ, ഞാനങ്ങോട്ട് വിളിക്കാം വാപ്പാ. ആ അല്ല വാപ്പ, നാളെ പാക്കപ്പോ വാപ്പ. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഞാനങ്ങ് വരാം. ആ ഞാൻ വരാം വാപ്പാ. ഷോ, എന്താടാ, എന്താ പ്രശ്നം? ഉമ്മാക്ക് ചെറിയൊരു തലകറക്കം, ആശുപത്രിയിലാക്കിന്ന് പറഞ്ഞു. എന്നാ പിന്നെ നിനക്കതൊന്ന് ബുക്കൂടെ? നാളെ ഇപ്പോൾ പാക്കപ്പല്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞല്ലോ, എന്നിട്ട് പിന്നെ പോകാമല്ലോ. പിന്നെ ആ ചന്ദ്രൻ ചേട്ടൻ പറഞ്ഞ ലൊക്കേഷൻ നമുക്കൊന്ന് പോയി ചോദിച്ചു നോക്കിയാലോ? അത് കറക്റ്റാ, അത് ചിലപ്പോൾ നടക്കും. അഥവാ നടന്നില്ലെങ്കിൽ കയ്യും കാലും പിടിക്കും. ആ, കൈയും കാലും പിടിക്കാൻ നിനക്കൊക്കെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. പിടിക്കണേ ഞാനല്ലേ. കൈയും കാലും സെറ്റാണ്. ശ്യാമേ, ഒരു മിനിറ്റ്. ഇപ്പോൾ വരാം. എന്താടാ? അതെ, നമുക്ക് സമയം കളയണ്ട, പോയി നോക്കാം. എന്തേ? മനുഷ്യൻ എന്തെങ്കിലും പറഞ്ഞോടാ. ഏയ്, ഞാൻ ചോദിച്ചില്ലടാ. പുള്ളി അവിടെ ലൊക്കേഷൻ കിട്ടാത്ത കലിപ്പില്ല. അതെല്ലാം നിനക്ക് മനുവിനോട് നേരിട്ട് ചോദിച്ചാൽ പോരെ? നീ ഈ പടത്തിൽ വർക്ക് ചെയ്യുന്ന ആളല്ലടാ. ഏയ്, അതൊന്നും ശരിയാവുള്ളടാ. ബോബി ചേട്ടൻ അതൊന്നും ഇഷ്ടപ്പെടില്ല, നീ പറഞ്ഞാൽ മതി. നീ ഒരു കാര്യം ചെയ്യ്, അയാളോട് അവിടെ ഇരിക്കാൻ പറ. ഈ ചൂടൊക്കെ മാറിയിട്ട് ഞാൻ തന്നെ മനുവിനോടൊന്ന് സംസാരിച്ച് നോക്കാം. അല്ലടാ, രജിസ്റ്റർ ഓഫീസിലെ സീനിലെ റീഷൂട്ട് ചെയ്യണം നീയല്ലേ പറഞ്ഞത്? എടാ, റീഷൂട്ട് ചെയ്യാനൊന്നും ഇല്ല. അയാളുടെ ഒരു ക്ലോസ്, പിന്നെ ആ ഉപ്പിടുന്നതിൻ്റെ ഒരു ക്ലോസ്, അത്രേ ഉള്ളൂ. എടാ, അയാളെ തന്നെ നീ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിധത്തിലാണ് ഇപ്പോൾ പുള്ളിനെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. എടാ, രജിസ്റ്റർ ഓഫീസ് ഷൂട്ട് ചെയ്തപ്പോൾ അയാളെ പിടിച്ച് നിർത്തി. അയാൾ അവിടെ രജിസ്റ്റർ ആയിപ്പോയി. അതാണ് പറഞ്ഞത് അയാൾ തന്നെ വേണമെന്ന്. എടാ, അതാ പറഞ്ഞ പുള്ളി ഒറിജിനൽ രജിസ്ട്രാർ ആണെന്ന്. 3 മണിക്കൂറായിട്ട് പുള്ളിയുടെ പോസ്റ്റാണ്. നീ എങ്ങനെ നിനക്കേ ഇപ്പോൾ വെള്ളോ സാധനമായിട്ട് കയറിപ്പോയതാരാന്നറിയോ? ആരാ? ഇവിടുത്തെ സ്ഥലം SI. സാരല്ല, പയ്യ മതി, സാവധാനം മതി. പുള്ളി ശരി എന്നാ. ചേട്ടാ, ധൈര്യമായിട്ടിരുന്നു. നമ്മുടെ പയ്യന എല്ലാം സെറ്റാണ്. പിന്നെ ചേട്ടൻ്റെ റോള് സെറ്റായി കഴിഞ്ഞാൽ എൻ്റെ കാര്യം മറക്കരുതട്ടാ.
എന്റെ ചാൻസ് സെറ്റാക്കി തന്ന നിന്റെ കാര്യം സെറ്റ്. ചിത്രേ അവരും ഞെട്ടി. എങ്ങനെയുണ്ട് വരും സംഭവമൊക്കെ അല്ലേ? അയാള് പണിക്കാരനാണോ? എന്തൊരു കോലം. എങ്ങനെയുണ്ട്? യാത്രയൊക്കെ സുഖമായിരുന്നോ? എന്നോടാ? സുഖമായിരുന്നു. സുഖമായിരുന്നു. വരൂ, അകത്തേക്ക് ഇരിക്കാം. അല്ല വേണ്ട, ഞങ്ങളിവിടെ വന്നോളാം. അതെന്താ അങ്ങനെ? മുറ്റത്ത് നിന്നൊരു പെണ്ണ് കാണൽ ഇനി പുതിയ ആചാരം വല്ല വന്നോ? ഷേവ് ദ ഡേറ്റ് പോലെ. അല്ല, മനസ്സിലായില്ല. മനസ്സിലാകാതിരിക്കാൻ ഞാൻ അറബി ഒന്നും അല്ലല്ലോ പറഞ്ഞത്, മലയാളം അല്ലയോ പറഞ്ഞത്? കിളവൻ മുടയാന്നല്ലോ. നീ നടങ്ങി ശ്യാമേ. എന്താ പേര്? ഹാരിസ് ഹസൻ. ചെറുക്കൻ മുസ്ലിം വന്നോ? കാലം പോയൊരു പോക്ക് എന്റെ വൈക്കത്തപ്പ, എനിക്കൊന്നും കാണാൻ വയ്യ. അല്ല സാറേ, ഞങ്ങൾ ചന്ദ്രചേട്ടൻ പറഞ്ഞിട്ട് വന്നാ മറ്റേ ഷൂട്ടിങ്ങിലെ. ഞങ്ങള് പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു. ഇന്ന് മോളെ കാണാൻ വേണ്ടി ഒരു പാർട്ടി വരുന്നുണ്ടായിരുന്നു. ആണോ? അപ്പൊ ഞങ്ങള് വിചാരിച്ചു നിങ്ങളാണ്. ശരി. അല്ല, ചന്ദ്രന്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞിരുന്നാണല്ലോ ഈ ഷൂട്ടിംഗ് പരിപാടികളൊന്നും നടക്കൂലെന്ന്. അല്ല പറഞ്ഞാണ് സാറേ, പക്ഷെ ഞങ്ങളുടെ ഈ സീനിന് പറ്റുന്നൊരു വീടും ലൊക്കേഷനൊക്കെ ഇത് തന്നെയാണ് കറക്റ്റ് ആപ്റ്റേ. തന്നെയല്ല പെട്ടെന്നൊരു ലൊക്കേഷൻ ഇനി കണ്ടുപിടിക്കലും പാടാ. അതാണ് ഞങ്ങൾ തന്നെ നേരിട്ട് വന്നത്. ഇത് ഡയറക്ടർ, ഇത് ക്യാമറാമാൻ, ഇത് അസോസിയേറ്റ്, ഇത് നീ എന്താണ്? ആർട്ട്. അപ്പൊ താനാരാ? ഇത് എവിടെ? ഈ കുട്ടിയുടെ പെണ്ണുകളായിരുന്നു. അതെ. ആരാമ്മ ഇവരൊക്കെ? ഇവര് ഷൂട്ടിംഗുകാരാ, ലൊക്കേഷൻ നോക്കാൻ വന്നതാ. സാറേ വേറെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാ ഈ വീട്ടിൽ ഒരു പുൽക്കുടിക്ക് പോലും ഒരു കോട്ടം തട്ടാതെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് പോക്കോളാം സാറേ. അതെന്നാന്നറിയാമോ? കഥകളി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ സമ്മതിച്ചത്. പക്ഷെ സിനിമ അത് നമ്മൾ സമ്മതിക്കത്തില്ല. അതാണ്. അതിന്റെ മാത്രമല്ല, ഒന്നാമത് പ്രായമായ അമ്മയൊക്കെ ഉള്ളതാണ്. സാറേ പിന്നെ അതുമല്ല, ഞങ്ങൾ എല്ലാവരും സമ്മതിച്ചാൽ തന്നെ തെവളുണ്ടല്ലോ ഒരു കാരണവശാലും സമ്മതിക്കില്ല. അതാ പെങ്ങളെ, നാളെ ആക്ച്വലി നമ്മളെ പാക്കപ്പ് ഡേ ആണ്. നമ്മുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്ന ലൊക്കേഷനിൽ ഒരു മരണം, അതുകൊണ്ടാണ്. മാത്രമല്ല ഈ ലൊക്കേഷൻ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ടു പോയി. പ്ലീസ് ഒന്ന് സഹായിക്കണം. സഹോദര, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, നടക്കൂല. ഞാൻ പറഞ്ഞില്ലേ, അവള് തറവാടിയാ, അവള് സമ്മതിക്കത്തില്ല. അല്ല ചെറുക്കനും കൂട്ടരാന്നും പറഞ്ഞ് ലഡു എടുത്തേനെ ഞാനിപ്പോ. എന്നാരുവാ വന്നേക്കുവാ. മനു, എന്താ ചെയ്യണ്ട നമുക്ക്? ഈ ഫെൻസിങ്ങിന്റെ സെഷനിലെ മഞ്ജു ചേച്ചി ടുവേർഡ്സ് ക്യാമറ വന്ന ആ എൻട്രി പൊളിക്കൂലേ? പൊളിക്കും, പക്ഷേ വേറെ സ്ഥലം നോക്കാം. ആര്? മഞ്ജു ചേച്ചി? ഈ സിനിമയിൽ മഞ്ജു ഉണ്ടാ? ആ, ഒരു ഗസ്റ്റ് റോളാ. എന്നാ പിന്നെ നല്ല സിനിമയായിരിക്കും. ഒരു ദിവസത്തെ കാര്യമല്ലുള്ളൂ. നിങ്ങൾ ഷൂട്ട് ചെയ്തോ? പിന്നെ സാധനങ്ങളൊന്നും നശിപ്പിക്കാൻ പാടില്ല. അമ്മേ, നീയൊക്കെ ജനിക്കണേന് മുന്നേ ഞാൻ കാണാൻ തുടങ്ങിയതാ മഞ്ജുവിനെ. ഒരു ദിവസം അവര് ചോദിച്ചോളൂ, നമുക്ക് അതങ്ങടെ അഡ്ജസ്റ്റ് ചെയ്യാം. മഞ്ജു അതൊരു ബ്രാൻഡാ. ഇനി ഇത് നമ്മുടെ വീടാ. ഈ ക്യാരവൻ കയറി വല്ലാത്തോണ്ട് ആരും ഇനി അത് ചോദിക്കൂല. അതത്ര ആശ്വാസം. അത് തന്നെ. എല്ലാവരും ഇവിടെ തന്നെ കാണുമല്ലോ. അവൻ്റെയൊക്കെ ബ്രാൻഡ് ആണെങ്കിലും ബ്രാൻഡി ആണെങ്കിലും ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഈ സിനിമ എന്ന് പറയുന്നത് അതൊരു കൺകെട്ട് വിദ്യയാണ്. തെർമോക്കോൾ കൊണ്ട് അച്ഛനെ വരെ ഉണ്ടാക്കുന്ന പാർട്ടീസാ. സൂക്ഷിച്ച് നോക്കിയില്ലെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. എന്റെ പൊന്നമ്മാവാ, അതൊക്കെ പണ്ടാ. ഇപ്പൊ നല്ല റിയലിസ്റ്റിക് സിനിമയുടെ കാലാ. എന്ത് ഇലാസ്റ്റിക് ആണെങ്കിലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അല്ല, ആ ചെറുക്കനും കൂട്ടരും വരാന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? അവര് വരുന്ന സമയമായിട്ടുള്ളൂ. അയ്യോ ചവിട്ടല്ലേ. സോറി. ഫുൾ ടൈം ബുദ്ധിമുട്ടിരുന്നോട്ടാ. എടി, അവരിപ്പോ എത്തും. നിനക്കൊന്ന് വന്ന് സഹായിച്ചൂടെ? അവരെന്നെ കെട്ടാനൊന്നും വരുന്നല്ലോ ഇത്ര വൃത്തിയിലും വെടിപ്പിലും ഒക്കെ സ്വീകരിക്കാൻ. തനിച്ചങ്ങ് ചെയ്താൽ മതി.
ദാസാ നീ ഇന്ന് പോണില്ലേ? ഓ ഞാനിന്ന് ലീവ് എടുത്ത്. അല്ല അവരൊക്കെ വരുമ്പോ സഹായിക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ വേണ്ടേ? അതെന്തായാലും നന്നായി. എന്നാ പിന്നെ ഒരു സദ്യയും കൂടി ഒരുക്കായിരുന്നു. ആഹാ അത് ശരി. അത് കൊള്ളാം. അതെ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. ഓക്കെ. വണ്ടി ഞാൻ താഴെ പാർക്ക് ചെയ്തിട്ട് വരാം. നീ പോയി പാർക്ക് ചെയ്തോ. അങ്ങോട്ട് മാറി അവിടെ കൊണ്ടുപോയി. നിർത്ത ഇപ്പൊ വീടിനകത്ത് കയറി പോലോ. ഗുഡ് മോർണിംഗ് റോഷൻ ഭായ്. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. വണ്ടി കൊണ്ട് താഴെ കൊണ്ട് പാർക്ക് ചെയ്യും. ഇത് ഇറക്കി വെക്കാം. അപ്പത്തേക്ക് ഞാൻ ശരിയാക്കാം. റോഷൻ ഭായ് നമുക്കവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതെ നമുക്കെല്ലാം ചോദിച്ച് റെഡിയാക്കാം. അതുവരെ നീ സാധനം ഇവിടെ എങ്ങനെ കൊണ്ടു വെക്കേ. ഇവിടെ അല്ലേ? എടാ അവരാരെങ്കിലും വരട്ടെ, എന്നിട്ട് നമുക്ക് ചോദിക്കാം. നീ ഇപ്പൊ ഇവിടെ വെക്ക്. അതെ ചെരുപ്പൊക്കെ ഇങ്ങോട്ട് ഇട്ടോ. അവിടെ അല്ല അത് വേണ്ട. അത് ഇങ്ങോട്ട് മാറ്റിട്ടാ ഇങ്ങോട്ട് മാറ്റട്ടെ. പറഞ്ഞു തന്നെ കയറി പോയി. ഗ്യാസുമായിട്ട് തട്ടുകിടക്കാരൊക്കെ പോകുന്നുണ്ടല്ലോ, എങ്ങോട്ടാണാവോ? നമസ്കാരം. നമസ്കാരം. അമ്മയൊന്ന് വിളിക്കൂ. ആരുടെ അമ്മ? നിങ്ങളുടെ അമ്മേ. ഇതെന്റെ മോള് കൃഷ്ണ. ഞാൻ അവളുടെ അമ്മ ചിത്ര. നിങ്ങക്ക് ഏതമ്മേനെയാ വേണ്ടേ? ഓ മൈ ഗുഡ്നസ്, ഐ ആം സോറി. ഞാൻ വിചാരിച്ചു നിങ്ങൾ സിസ്റ്റേഴ്സ് ആയിരിക്കും. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. എന്റെ മിസ്റ്റേക്ക് ആണ്. ആർക്കായാലും തെറ്റിപ്പോ. എന്താ കാര്യം? അതെ, മേക്കപ്പും കോസ്റ്റ്യൂമും മാറാനായിട്ട് ഒരു സ്ഥലം വേണമായിരുന്നു. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഉപയോഗിക്കുന്നൊന്നും വേണ്ട. മേക്കപ്പും കോസ്റ്റ്യൂമും കഴിഞ്ഞാൽ ഞങ്ങൾ ആ പരിസരത്തേ ഉണ്ടാവും. ഷുവർ. അതിന് ഇവിടെ 1-2 റൂം ചുമ്മാ ഒഴിഞ്ഞു കിടക്കാം. നിങ്ങൾ കയറിക്കോ. ആണോ? താങ്ക് യു താങ്ക് യു. കേറിക്കോ കേറിക്കോ. വാ വാ വാ. ഗ്യാസ് അല്ലയോ? അല്ല, പെട്രോളാ. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇന്ന പിടിച്ചു. മേനോൻ വർമ്മ. ശ്രീ ഗോപിനാഥൻ മേനോൻ. രാജാ രവി വർമ്മ. ചെക്ക്. ഞാൻ എൻ്റെ പേരാ പറഞ്ഞ്. മനസ്സിലായടാ? ഞാനും എൻ്റെ പേരാ പറഞ്ഞത്, രാജാ രവി വർമ്മ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്നെ രവി എന്നാ വിളിക്കുന്നത്. കുസൃതിക്കാരൻ രവി. അത് മതി. മേനെന്താ കുടിക്കാൻ വേണ്ടേ? ചായയോ അതോ സംഭാരോ? അയ്യ ഇപ്പൊ ഒന്നും വേണ്ട. അവന്റെ ഒരു സംഭാരം വേണ്ടെടുത്ത അവന്റെ കളി. അതെ, കീനോ എല്ലാം എടുത്തിട്ടുണ്ടല്ലോ. കീനോ എടുത്തിട്ടുണ്ട്. ഷോട്ടിന് വായിക്കുമ്പോൾ ഓടി കളിക്കരുത്. എല്ലാം സെറ്റാണ്, കണ്ടാ മതി. നെക്ക് തൊപ്പിയോടെ നിന്നേ. അല്ല ഇതെന്താ സംഭവം? ഇത് ലൈറ്റ്. ഈ ലൈറ്റൊക്കെ കത്തിക്കാനുള്ള കറണ്ടിന് എന്ത് ചെയ്യും? ഇവിടുന്ന് കറണ്ട് എടുക്കാൻ മേനോൻ സമ്മതിക്കത്തില്ല. ഏത് മേനോൻ? ഗോപിനാഥൻ മേനോൻ. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. ഏതാണ് ആ തെണ്ടി? പച്ചക്ക് തൊലി വിരിച്ച് കത്തിക്കും ഞാൻ അവനെ. അമ്മാവൻ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ആളെ കാണിച്ചെന്നതാ ഞങ്ങൾ ഡീൽ ചെയ്തോ. ആയിക്കോട്ടെ. ഓക്കെ. തൊപ്പിക്കാരന് വെറുതെ തെറ്റിദ്ധരിച്ചു. എന്താണ്? എന്ത്? ഒന്നുമില്ല, വേണ്ടായിരുന്നു. ഈ മുറി ഇതെങ്ങനെയുണ്ട്? ഓ വേണ്ട, കൊള്ളൂലേ? ഇവിടെ നമുക്ക് ഇതിനകത്ത് റീൽസ് ചെയ്താലോ? റീൽസേ നമുക്ക്
പുറത്ത് ഞാൻ ലൈറ്റ് നല്ല ഫേവറാ. ലൈറ്റ് പുറത്താണല്ലോ, അത് ശരിയാ. അപ്പം നൈസ് ആയിരിക്കും, അത് മതി. ഹായ്. ഹായ്. ഞങ്ങൾ ഒന്ന് ശല്യായോ? ഹാ കുറച്ച്. എന്താ പേര്? ലക്ഷ്മി. ലക്ഷ്മി. ഞാൻ ശ്യാം, ഈ പടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. മനുവിനെ അറിയാലോ, ഡയറക്ടർ. ഇത് ഹാരിസ് ഹസൻ, ക്യാമറമാനാണ്. ഹായ്. ഹായ്. ലക്ഷ്മി എന്ത് ചെയ്യുന്നു? പഠിക്കുവാണോ അതോ ജോലി വല്ലതും? എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഇപ്പൊ എയർഫോഴ്സിലെ എഞ്ചിനീയറിംഗിന് ട്രൈ ചെയ്യുവാണ്. ഓ പൊളി. അല്ല, അച്ഛൻ മിലിറ്ററി കണ്ടല്ലേ? ഹാ അതെ. മൊത്തത്തിൽ ഇതൊരു പട്ടാള ക്യാമ്പാണല്ലേ? യദു, എടാ ഡൈനിങ് ഏരിയ സെറ്റാണോ? ഇതിപ്പോ സെറ്റാക്കാം, പെട്ടെന്നാണേ. ലക്ഷ്മി, ഇത് യദു, നമ്മുടെ ആർട്ട് അസോസിയേറ്റ് ആണ്. പുള്ളിക്കാരൻ അസാധ്യ ആർട്ടിസ്റ്റ് ആട്ടോ, നല്ലോണം വരയ്ക്കും. ഹായ്. ഹലോ, എന്നാ ഞാൻ ഒന്ന് റെഡി ആക്കട്ടെ? ശരി ശരി. ഈ വീടും പരിസരമൊക്കെ കണ്ടിട്ടേ നല്ല പോസിറ്റീവ് എനർജി തോന്നുന്നുണ്ട്. നീ ആ ബെഡ്ഷീറ്റ് ഒക്കെ അങ്ങ് ഇറക്കാം. എന്നത്തിനാ തിരിച്ചു കിടക്കാനല്ലേ? എന്റെ പൊന്നാണ്ടോ, നിങ്ങൾ എനിക്ക് പോസ്റ്റ് തരരുത്. ഇത് ഞാൻ കൈയും കാലും പിടിച്ചിട്ടാക്കി വീടാ, മനസ്സിലായോ? ഇതെവിടെങ്കിലും കൂടുന്നൊന്ന് വെക്കലാവേ ഒന്ന്. ഓ റോഷൻ ചേട്ടാ, ഞങ്ങളെ ശ്രദ്ധിച്ചോളാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ അടുത്ത പടം തുടങ്ങുമ്പോൾ റോഷൻ ചേട്ടാ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായോ? റോഷൻ ചേട്ടാ, പാക്കപ്പ് പാർട്ടി ഇവിടെയാണോ അതോ ഹോട്ടലിലാണോ? അല്ല, നമ്മുടെ പാക്കപ്പ് പാർട്ടി ഇവിടെയാണോ അതോ നമ്മുടെ ഹോട്ടലിലാണോ? നിന്റെ അമ്മായിയുടെ മോക്കടെ കല്യാണം കൂടെ ഇവിടെ വെച്ച് നടത്താം. ഇത് കാല് പിടിച്ച് കിട്ടിയ വീടാത്, ഇവിടെ വെച്ചൊന്നും നടക്കില്ല കേട്ടോ, മനസ്സിലായോ? അതൊക്കെ ഹോട്ടലിൽ നോക്കാം. പോരാത്തന്നെ ഒരു പെരട്ട കളവനും. ഡീസൽ അടിക്കണം. ആണ്ടെ അടുത്തവൻ. എടാ, നിന്നോട് മലയാളത്തിൽ കാല് പിടിച്ച് ഞാൻ പറഞ്ഞാലേടാ രാവിലെ വരുമ്പോ ഡീസൽ അടിച്ചോണ്ട് വന്നു. അതിലൊരു ത്രില്ലില്ല ചേട്ടാ. നമ്മൾ ഈ ലൊക്കേഷനിലൊക്കെ ഒന്ന് സെറ്റ് മൊത്തം നമുക്ക് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്താലല്ലേ നമുക്കൊരു എൻട്രി പഞ്ച് ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ജീവിക്കണവരാന്ന്. എടാ സമ്മതിച്ചു, അതിന് നിങ്ങളുടെയൊക്കെ എൻട്രി മ്യൂസിക് എന്റെ നെഞ്ചത്തേക്ക് അടിക്കില്ലേന്ന്. ഡീസൽ വണ്ടിയിലുണ്ട് റോഷൻ ചേട്ടാ. ആരുടെ ആശ്വാസമുള്ളൊരു വാക്ക് പറഞ്ഞേ? നീയാ ഉണ്ടായത് നന്നായി, അല്ലെങ്കിൽ ഞാൻ പാക്കപ്പ് പറഞ്ഞാണ് ഞാൻ. എന്നിട്ടെന്താ, ക്യാമറയുടെ യൂണിറ്റുകാരെ വിളിച്ച് നാളെ പോലെ ഷൂട്ട് കൊടുക്കും. അവരൊക്കെ വന്നാലേ കൃത്യമായിട്ട് ബാറ്റ് കൊടുക്കണം, അല്ലെങ്കിലേ 3-ാമത്തെ ദിവസം ഇട്ടേച്ചു പോകും. എടാ, നിനക്കൊക്കെ എന്നീ ബാറ്റാന്നുള്ളോ? ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റിപ്പിടാ. ആദ്യം പടം ഒന്ന് നല്ല നിലയ്ക്ക് തീർക്കാൻ നോക്ക്, എന്നിട്ടാവും ബാറ്റ കേട്ടോ. എന്റെ ദൈവമേ, എന്നാണോ ഈ ബാറ്റയുടെ കണക്കും കേൾക്കാതെ ഈ തെറിവിളിയും കേൾക്കാതെ ഒരു പടത്തിന്റെ പാക്കപ്പ് പറഞ്ഞു പോകാൻ പറ്റണമെന്തോ. ഇതെടുത്തല്ലേ മനു? അപ്പൊ ഇന്നെങ്ങനെയാ നമ്മുടെ പ്ലാൻസ്? നമുക്ക് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് സലീമിന്റെ വീട്ടിലേക്ക് വരുന്ന ജിതിനും പാർവണയും, അവരെ വെൽക്കം ചെയ്യുന്ന സലീമിന്റെ ഫാമിലി, പിന്നെ ക്യാമ്പ് ഫെയർ ഉണ്ട്. അവിടെയാണ് നമ്മുടെ സോങ്ങിന്റെ ഓപ്പണിംഗ്. ഇതൊക്കെ നൈറ്റ് സീൻസ് അല്ലേ? അത് നൈറ്റാ. ഡേ സീൻസ് ഏതൊക്കെയുള്ളത്? ഡേ സീൻസ് ഡൈനിങ് ടേബിളിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന സീനുണ്ട്, അത് കഥയിൽ അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ. പിന്നെ ഒരു ഫോൺ കട്ടുണ്ട്, പിന്നെ റീൽ ചെയ്യുന്നുണ്ട്. റീൽ ചെയ്യുന്നുണ്ട്. അല്ല, പൂജാമുറിയിൽ വിളക്ക് കത്തിക്കണ ഒരു ഷോട്ട് കൂടി എടുക്കാനുണ്ട്. അതൊരു കൈ മാത്രല്ലേ ഉള്ളൂ. അല്ല, ഇനി ഗൗരി നായിക എത്തിയിട്ടില്ല. അത് നിന്റെ കൈ മതി. എന്റെ കൈയാണ് ഈ സിനിമയിൽ നായികയുടെ കൈനേക്കാൾ കൂടുതൽ അഭിനയിച്ചേക്കണത്. നമുക്ക് വേറെ ആളുടെ കൈ നോക്കാം. നമ്മുടെ മൃദുവിന്റെ കൈ മാച്ച് ആയിരിക്കും. മൃദുലയുടെ ഞങ്ങൾ വേറൊരു കാര്യം പറഞ്ഞു. ആ കൊറിയോഗ്രാഫർ വന്നായിരുന്നോ? എന്നാ ആദ്യം അതങ്ങ് എടുക്കാം. വിളിച്ചോണ്ടിരിക്കുക, അതല്ല സെറ്റാണ്, ടെൻഷൻ വേണ്ട. ശരി ശരി, അത് പറഞ്ഞേക്ക്. ഷാമെ, ബാക്കി പാച്ചസ് ഏതുള്ളത്? പാച്ചസ് രജിസ്റ്റർ ഓഫീസിൽ എല്ലാവരും ഒപ്പിടുന്നതിന്റെ ക്ലോസ് ഷോട്ട്, പിന്നെ ആ രജിസ്ട്രാറുടെ ഒരു ക്ലോസും ഉണ്ട്. അല്ല, ഈ രജിസ്റ്റർ ഓഫീസിൽ സീനൊക്കെ എടുത്ത് തീർന്നതല്ലേ? അല്ല, ആ രജിസ്റ്റർ ഓഫീസിന്റെ വൈറ്റ് ഷോട്ടും പിന്നെ പാർവണയുടെ കുടുംബക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഫുള്ളാക്കാൻ പറ്റിയിട്ടില്ല, സമയം കിട്ടണ്ടേ. അല്ല, ഈ എടുക്കുന്ന സീനൊക്കെ തീർത്തെടുക്കുക കുറച്ച് സൗകര്യമായിരുന്നു. കാരണം വെച്ചാൽ റീസെറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടുപെടുക. അല്ല, ആകെ ഒരു ദിവസം കിട്ടും സിനിമയിലെ മൊത്തം സീനും തീർക്കണം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇങ്ങനെ കൊല്ലല്ല റോഷ. കൊറിയോഗ്രാഫർ എന്തായി, വിളിച്ചോ? അത് സെറ്റാണ്, വിളിച്ചോണ്ടിരിക്കുക, ഇപ്പൊ വരും. നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും പൂജാമുറിയിലെ ഷോട്ട് അങ്ങ് എടുക്കാം, ഐശ്വര്യമായിട്ട് തുടങ്ങാം. ഏതോ മോനടാ കേടാ വിളിപ്പുറത്തുണ്ടാവണം. നമുക്കേ ആ പൂജാമുറിയിൽ ഷോട്ട് സെറ്റ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാം. പിന്നെ ആ രജിസ്റ്റർ ഓഫീസിനുമായിട്ടൊരു ബ്ലോക്കും കൂടി കണ്ടുവച്ചോ. ചാടി കിട്ടാ. ആ രജിസ്ട്രാർക്ക് ഡയലോഗ് ഉണ്ട്, അയാൾ വന്നാ? ഓൾ ദി ബെസ്റ്റ്. എല്ലാം സെറ്റാണ്, സെറ്റാണ്. അയാൾ ഇന്നലെ തൊട്ട് ഇവിടെ വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. ചേട്ടൻ എന്തിനാ ടിപ്പി ഡയലോഗ് പറയണോ? എനിക്ക് ഇത്രയിലുള്ളൂ ഡയലോഗ്. ചേട്ടാ, അവന്മാരെ ഏട്ടനെ പറഞ്ഞോട്ടെ, എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആ ക്യാരക്ടറായി മാറണ്ടേ, അതിനാ. മാങ്ങാത്തൊല്ലി.